ഏറ്റവും ബഹുമാനം നിറഞ്ഞ എൻ്റെ നേതാവ്, നിങ്ങളുടെ പഞ്ചായത്തുകാരൻ ഇബ്രാഹിം കുട്ടി തിരുവട്ടൂർ സാഹിബ്, പ്രിയപ്പെട്ട ചെയർമാൻ, സഹപ്രവർത്തകൻ ഫായിസും അഷ്ഫാഖും, നിയോജകമണ്ഡലം പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി റംഷാദ് അടക്കമുള്ള പ്രിയപ്പെട്ട അഷ്റഫ്, യൂത്ത് ലീഗിൻ്റെ സഹപ്രവർത്തകൻ ഷംസീർ, മറ്റ് മുസ്ലിം ലീഗ് നേതാക്കന്മാരെ, അഭിമാനകരമായ ഒരു റാലിയാണ് ഈ ടൗണിൽ അവസാനിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട MSFകാർക്ക് ഈ നാടിൻ്റെ ചരിത്രത്തെ അന്വേഷിക്കാനുള്ള ഒരു സാഹചര്യമാണ് MSF സംസ്ഥാന കമ്മിറ്റിയുടെ പരിപാടിയെ ബന്ധപ്പെട്ട് നമ്മൾ ഒരുക്കിയത്. ഞാൻ ഈ വേദിയെ സാക്ഷി നിർത്തി പറയട്ടെ, ഈ പരിയാരം പഞ്ചായത്ത് എന്നത് നമ്മളൊരു ചെറിയ കാര്യമല്ല. ഇവിടെ ഒരുമിച്ച് ചേർന്ന 1000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ ഉണ്ടല്ലോ. അവർ ഈ നാടിന്റെ മനോഹരമായ ഒരു ഇന്നലെയെക്കുറിച്ച് ചരിത്രം അന്വേഷിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അങ്ങാടിയിൽ മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്തിപ്പാറിച്ച് മുന്നോട്ട് പോകാൻ കൊതിക്കുന്ന യുവാക്കൾക്ക് നേരെ അക്രമങ്ങൾ ഒരുപാട് ഉണ്ടാവുന്ന ഒരു തെരുവാണിത്. ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരുപാട് യുവാക്കളുടെ പോരാട്ടങ്ങൾക്ക് പോർമുഖം വഹിച്ച ഒരു മണ്ണാണ്. ഒരുപാട് വീടുകളിൽ പോലീസുകാരുടെയും CPM-കാരുടെയും ഭീഷണികൾക്ക് മുമ്പിൽ തൃണവൽക്കരിച്ച് പോരാടിയ ഒരു നാടാണിത്. ആ നാട്ടിൽ നിന്നാണ് 1000-കണക്കിന് വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്ന് മുദ്രാവാക്യം വിളിച്ച് ഈ തെരുവിലേക്ക് MSF സിന്ദാബാദ് എന്ന് വിളിച്ചു വരുമ്പോ, പ്രിയപ്പെട്ട MSFകാരെ, നിങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് പറയട്ടെ, നിങ്ങൾ ഈ നാടിലെ മനോഹരമായ ഒരു ചരിത്രത്തെ തിരുത്താൻ കഴിഞ്ഞ മനോഹരമായ ലീഡർഷിപ്പാണ് നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. നിങ്ങൾ ഈ മണ്ണിൽ ചരിത്രം കുറിച്ചവരാണ്. നിങ്ങൾക്ക് വേണ്ടി ഈ സമൂഹം മുന്നിൽ നിന്ന് വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ ഈ സമൂഹം ചേർന്ന് നിൽക്കുകയാണ്. നിങ്ങൾ ഈ നാടിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരാണ്. നിങ്ങൾ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കൊടികൾ പിടിക്കുമ്പോഴും, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രാവാക്യം ചേർത്ത് വെക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു നിലപാടുണ്ടാവണം. അത് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാവണം. ഒരു മനുഷ്യരുടെയും ഹൃദയങ്ങളിലേക്ക് കത്തിയായി നിറങ്ങുന്ന രാഷ്ട്രീയത്തെ പഠിപ്പിക്കാനല്ല, അത് ലീഗിന്റെ രാഷ്ട്രീയവും അല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളോട് സംസാരിക്കുമ്പോ ഇതേ സന്ദർഭങ്ങളിൽ പ്രിയപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകൻ അരിയിൽ അബ്ദുൽ ഷുക്കൂറിന്റെ കേസിന്റെ വാദം നടക്കുന്ന സമയമാണ്. അത് മറന്നു പോകരുത്. സഹപ്രവർത്തകർ ഒരുപാട് പേരെ കൊന്നുതള്ളിയ, ഒരുപാട് പേരെ ആക്രമിച്ചു ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ച, ഒരുപാട് പേരെ പ്രതിസന്ധികളുടെ ആഴക്കടലിലേക്ക് തള്ളിവിട്ട രാഷ്ട്രീയ പാരമ്പര്യമുള്ള മണ്ണിൽ നിന്നാണ് ഈ ഒറ്റ പതാകയും എടുത്ത് ഞങ്ങൾ പറയുന്നത്. ഏത് കാലഘട്ടത്തിലെ പ്രതിസന്ധികൾ വന്നാലും ഞങ്ങൾ ഈ പതാക തന്നെ പിടിച്ച് മുന്നോട്ട് പോകുമെന്ന പ്രഖ്യാപനം MSFകാരുടെ പ്രഖ്യാപനമാണ്. അത് ഈ മണ്ണ് ചേർത്ത് വെക്കുന്ന ഏറ്റവും മനോഹരമായ രാഷ്ട്രീയമാണ്. പറഞ്ഞില്ലേ ഇവിടെ വൈസ്, ഈ പഞ്ചായത്തിൽ ഈ കേരളം മുഴുവൻ നോക്കി നിൽക്കുകയല്ലേ. പരിയാരത്തെ ഗവൺമെന്റ് കോളേജ് ഞങ്ങൾ MSFകാർ പിടിച്ചെടുത്തത് അതിമനോഹരമായ ഒരു ചരിത്രം തീർത്തതാണ്. ഞങ്ങൾ പിടിച്ച മുദ്രാവാക്യങ്ങളിൽ ചേർന്ന് നിൽക്കാൻ കൊതിക്കുന്നവരെ ചേർത്ത് വെച്ച് മുന്നോട്ട് പോയപ്പോ അഭിമാനകരമായ ഒരു നേട്ടം ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചുവെങ്കിൽ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ അഭിമാനകരമായ ഒരു നേട്ടം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയപ്പോ നിങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യത്തിന് മുദ്രാവാക്യം ഏറ്റുപിടിച്ച് കൂത്തുപറമ്പ് മണ്ണിൽ മുദ്രാവാക്യം വിളിച്ച പുഷ്പനെ പോലും തള്ളിപ്പറഞ്ഞ് നിങ്ങൾ ഈ നാട്ടിലെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളും കോളേജുകളും കയ്യിലാക്കുമ്പോ അവർക്ക് നേരെയുണ്ടായ നിങ്ങളുടെ ചതിയുടെ പിറകിൽ MSFകാരന് രാഷ്ട്രീയമായ പ്രഖ്യാപനമാണ്. ആ ചതിക്ക് പിറകിൽ നടക്കുന്ന ഒരു CPM-കാരനും SFI-കാരനും ഇത്തരം ക്യാമ്പസുകൾ ഭരിക്കില്ലെന്ന പ്രഖ്യാപനമായിരുന്നു ഞങ്ങൾ ആ ക്യാമ്പസ് പിടിച്ചെടുത്തത്. ചെറിയ കാര്യമല്ല. മറ്റൊന്ന് MM കോളേജാണ്. ഈ പഞ്ചായത്തിൽ അത്ഭുതങ്ങൾ മാത്രം ഉണ്ടാക്കിയ ഒരു പഞ്ചായത്ത് കമ്മിറ്റിയാണ്. അവരുടെ ജീവിതമാണ്. അവരുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദം ചെയ്യുകയാണ്. ഞങ്ങൾ ഈ തെരുവിൽ മുദ്രാവാക്യം വിളിച്ചു പോകുമ്പോ, ഞങ്ങൾ ഈ ക്യാമ്പസുകളിൽ മുഴുവൻ MSFന്റെ പതാക പിടിച്ച് നടക്കുമ്പോ നിങ്ങൾ അറിയുമോ പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ഞങ്ങൾ തിരിച്ചു പിടിച്ച കാലമാണ്. ഈ മെമ്പർഷിപ്പ് കാലം നിങ്ങളോട് ഞങ്ങൾ സംവദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലം. മറ്റൊന്ന് ഗോവിന്ദപ്പൊയ് കോളേജാണ്. ഗോവിന്ദപ്പൊയ് കോളേജിൽ MSFന്റെ പതാക ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത കാലമുണ്ടായിരുന്നു. ആ ക്യാമ്പസിൽ MSFന്റെയും KSUവിന്റെയും കൊടികൾ ചേർത്ത് വെച്ച് ഞങ്ങൾ അവിടെ വർഗീയവാദികളെ പടിക്ക് പുറത്തിറക്കിയാണ് ഞങ്ങൾ ആ ക്യാമ്പസ് പിടിച്ചത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ, കണ്ണൂർ ക്യാമ്പസിൽ, കണ്ണൂരിലെ വനിതാ കോളേജ് അടക്കം MSF കൈയടക്കുന്ന കാലമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി പഠിക്കലേക്ക്, ഞങ്ങളുടെ ഈ ടീം ഉണ്ടാക്കിയ ക്യാമ്പസിന്റെ പഠിക്കലേക്ക് ഞങ്ങളുടെ കുട്ടികളെ ഈ സെനറ്റ് മെമ്പർമാരായി പോകുന്ന ചരിത്രവും ഈ കാലത്ത് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചതാണെന്ന് അഭിമാനപൂർവ്വം ഞങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. മറ്റൊന്ന്, കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളും ഒരുമിച്ച് തൂക്കി നോക്കിയാലും, ഏത് സർവകലാശാലയുടെ എണ്ണമെടുത്ത് പരിശോധിച്ചു നോക്കിയാലും 500-ലധികം കോളേജുകൾ വരുന്ന യൂണിവേഴ്സിറ്റി എന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭരിക്കുന്ന MSFകാർ കേരളത്തിലെ മുഴുവൻ കലാലയങ്ങളും ഭരിക്കുന്നതിന് തുല്യമായ
മനോഹരമായ രാഷ്ട്രീയ ചരിത്രമാണ് ഞങ്ങൾക്ക് ഇത് പറയുവാനുള്ളത്. 500-ലധികം ക്യാമ്പസുകൾ ഭരിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്ന് ഭരിക്കുന്ന MSF, ഈ വരുന്ന കാസർകോട്ടെയും കണ്ണൂരിലെയും ക്യാമ്പസുകളിൽ മുഴുവൻ തിരിച്ചു പിടിക്കുന്ന രാഷ്ട്രീയത്തെ പഠിപ്പിച്ചത് MSF. തെക്കൻ കോളേജുകളിൽ മുഴുവൻ MSF-ന്റെ പതാക ഉയർന്ന കാലം. എല്ലാ ചരിത്രവും എണ്ണി എണ്ണി പറയുമ്പോഴും നമ്മൾക്കിന്നും പറയാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ കേരള സർവകലാശാലയിലാണ്. ആ സർവകലാശാല പടിയിലേക്ക് MSF-ന്റെ പതാകയുമായി പോവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ജയിക്കുന്ന ക്യാമ്പസിൽ നിന്നും ഒരു സെനറ്റ് മെമ്പറെ വിജയിപ്പിക്കാൻ ഇതുവരെ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഈ വട്ടം അതേ ക്യാമ്പസിൽ, അതേ യൂണിവേഴ്സിറ്റിയിൽ MSF-ന്റെ പതാകയുമായി കേരള യൂണിവേഴ്സിറ്റിയുടെ പടിക്കലേക്ക് MSF-കാർക്ക് പോവാൻ കഴിഞ്ഞ കാലമാണ് പ്രിയപ്പെട്ടവരെ ഈ ചരിത്രം എന്ന് പറയുന്നത്. നമ്മൾ വളർന്നു പന്തലിക്കുകയാണ്, ക്യാമ്പസിൽ നമ്മൾ പിടിച്ചടക്കുകയാണ്, തെരുവിൽ നമ്മുടെ മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റെടുക്കുകയാണ്. അതെന്തെന്നാൽ ഈ നമ്മുടെ മറുപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തോട് വിദ്യാർത്ഥികൾ നോ പറയുന്ന കാലമാണ്. എന്താണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്? അധികാരത്തെ ചോദ്യം ചെയ്യലാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആരെങ്കിലും ഭരിക്കുന്നവർ അവർ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് മാത്രം സഞ്ചരിക്കണം എന്ന് പറയുന്നതല്ല. അവരോട് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല, എന്തുകൊണ്ട് ഞങ്ങൾക്ക് നേരെ ഇത്തരം നിലപാടെടുക്കുന്നു എന്ന ചോദ്യം ഉയർത്തലാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രഥമമായ പരിഗണന കൊടുക്കേണ്ടത്. എന്നാൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കുന്ന SFI പോലുള്ള സംഘടനയിൽ നിന്നും മയ്യത്തിൽ നിന്നും പേനിറങ്ങി പോകുന്നത് പോലെ വിദ്യാർത്ഥികൾ ഇറങ്ങിപ്പോകുന്നത് വിദ്യാർത്ഥികളുടെ കൂടെ SFI-കാരൻ ഇല്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ നോക്ക്, ചേർത്ത് വെച്ച് മുദ്രാവാക്യം വിളിക്കുന്നവരെ ഏറ്റെടുക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാവുന്ന ഒരു കാലമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ വിദ്യാർത്ഥി സംഘടനകളെ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ വേണ്ടി പദ്ധതികൾ ഉണ്ടാക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപടി പദ്ധതികൾ മുന്നോട്ട് വെച്ചവരാണ്. വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ പോകുമ്പോ അവർ വിളിക്കുന്ന മുദ്രാവാക്യത്തിനേറെ പ്രസക്തിയുണ്ട്. ഞങ്ങൾ ഈ ക്യാമ്പസിൽ കഴിഞ്ഞ 2 വർഷമായി ക്യാമ്പസിൽ ഞങ്ങൾ വിദ്യാർത്ഥികളോട് പറഞ്ഞത് നിങ്ങൾ ഫോർജേഴ്സ് കിറ്റ് ദ ക്യാമ്പസ് എന്നാണ്. ഫോർജേഴ്സ് കിറ്റ് ദ ക്യാമ്പസ്. ഈ ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർ ഈ ക്യാമ്പസിനോട് നീതി ചെയ്യാൻ കഴിയാത്തവർ, അവർ തെറ്റിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കുന്നവർ, അവർ ഈ ക്യാമ്പസിൽ തെരുവിൽ മുദ്രാവാക്യം വിളിക്കുന്നവർക്ക് സമാനമായി ഈ ക്യാമ്പസ് ജീവിതം കൊണ്ടുപോകുന്നവർ, അവർ വിദ്യാർത്ഥികളെ വഴി നടക്കുന്ന വഴികൾ തെറ്റാണെങ്കിൽ അത് തിരുത്താൻ തയ്യാറാവാത്തവരെ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുന്നില്ലെന്ന പ്രഖ്യാപനം നിരന്തരമായി പറഞ്ഞപ്പോ ഒരു മാറ്റവും ഒരു SFI-കാരനും ഉണ്ടായില്ല. ക്യാമ്പസിൽ റാഗിംഗ് നടത്തുന്നവൻ SFI-കാരൻ, ക്യാമ്പസിൽ ഈ ലഹരികൾ വിൽക്കുന്നവൻ SFI-കാരൻ, ക്യാമ്പസിൽ ഏത് തോന്നിവാസത്തിന് പിറകിലും SFI-കാരൻ, ഏത് ഗുണ്ടാപ്പണിയുടെ പിറകിലും SFI-കാരൻ. അങ്ങനെ ഒരു പതാകയുമായി പിടിച്ചു പോകുന്നവർക്ക് പിറകിൽ ഏത് വിദ്യാർത്ഥിയാണ് അയക്കാൻ കഴിയുക? അങ്ങനെ കഴിയില്ലെന്ന് മാത്രമല്ല, അവരെ നേരിടാൻ തയ്യാറാവുന്ന ഒരു കൂട്ടത്തെ ഉണ്ടാക്കിയെടുക്കലാണ് MSF-കാരൻ എടുത്ത പണി. എന്റെ പ്രിയപ്പെട്ട MSF-കാരെ, നമ്മൾ ഈ ക്യാമ്പസിൽ ഇതേ പതാക പാറിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഘട്ടങ്ങളിലൊക്കെയും നമ്മൾ അനുഭവിച്ചത് ഇതേപോലുള്ള ഗുണ്ടകളെ നേരിടുകയായിരുന്നു. നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്ന ക്യാമ്പസിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ സഹിച്ചു എന്ന് നിങ്ങൾക്കറിയണോ? നിങ്ങൾക്ക് ഞങ്ങളുടെ എത്ര സഹപ്രവർത്തകരെയാണ് നിങ്ങൾ നേരിട്ടത്? എത്ര പേർക്കെതിരെയാണ് കള്ളക്കേസുകൾ എടുത്തത്? എത്ര പേർക്കെതിരെയാണ് നിരന്തരമായ അക്രമം ഉണ്ടായത്? എല്ലാ അക്രമങ്ങൾക്കും എല്ലാ ഇത്തരം സാഹചര്യങ്ങളോടും പൊരുതിയാണ് നമ്മുടെ കുട്ടികൾ മനോഹരമായ രാഷ്ട്രീയത്തെ ക്യാമ്പസിൽ പഠിപ്പിച്ചത്. അതിന്റെ ബാക്കി പത്രമാണ് നമ്മൾ ഈ ക്യാമ്പസിൽ ഉണ്ടാക്കിയെടുത്ത വിജയമെന്ന് ഈ അവസരത്തിൽ ചേർത്ത് വെക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട MSF-കാരെ, നിങ്ങൾ തളിപ്പറമ്പ് എന്ന മണ്ഡലത്തിലെ വിദ്യാർത്ഥികളാണ്. ഈ പതാക ക്യാമ്പസിൽ ഉയർത്തിപ്പിടിക്കുമ്പോ, പതാകയുമായി നടക്കുമ്പോ, മനോഹരമായ രാഷ്ട്രീയത്തെ നമ്മൾ പറയുമ്പോ ഒരു പേര് ചേർത്ത് വെക്കാതെ നമ്മുടെ രാഷ്ട്രീയം പൂർണ്ണമാവില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ക്യാമ്പസ് ജീവിതത്തിലേക്ക് MSF-കാരൻ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് സ്വപ്നങ്ങൾ കണ്ട മനുഷ്യനാണ്. എങ്ങനെയാണ് ഈ ക്യാമ്പസിൽ MSF-കാരൻ അഭിമാനകരമായ ഒരു നേട്ടങ്ങൾ നേടിയെടുക്കേണ്ടത് എന്നതിന് ഞങ്ങൾക്കൊരു അടയാളമേ ഉള്ളൂ. അതെന്റെ പ്രിയപ്പെട്ട ഹബീബ് കെയാണ്. ആ ഹബീബ് കെയുടെ മണ്ണിൽ നിന്നും ഞങ്ങൾ പഠിച്ച രാഷ്ട്രീയത്തിന്റെ ബാക്കി പത്രം എന്നോണം നിങ്ങൾ മനോഹരമായ ഒരു കാലത്ത് സൃഷ്ടിക്കുമെന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളാണ് ഈ കാലത്തെ ഏറ്റവും മനോഹരമായി നിർണയിച്ചത് എന്ന് ഈ അവസരത്തെ ചേർത്ത് വെച്ച് നിങ്ങളോട് പറയുകയാണ്. ഹബീബ് കെ ഞങ്ങൾക്ക് തന്ന പാഠം അത് മനോഹരമായി പ്രാവർത്തികമാക്കാൻ കഴിയുന്ന വിദ്യാർത്ഥി കൂട്ടത്തെ ഉണ്ടാക്കുവാനാണ് MSF പണിയെടുക്കുന്നത്. നമ്മൾ ആക്രമിക്കുമ്പോ തിരിച്ചക്രമിക്കണം എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ല, അത് വൈരാഗ്യമാണ്. അത് MSF-കാരൻ ശീലിക്കേണ്ട രാഷ്ട്രീയമല്ല. ലഹരി ഉപയോഗിക്കുന്നവനെ കാണുമ്പോ അവനെ തിരുത്തണം, മാറ്റി നിർത്തലല്ല, മാറി നിൽക്കലല്ല, അവനെ ചേർത്ത് വെച്ച് നീ തിരുത്തണം എന്ന് പറയുന്നതാണ് MSF-കാരൻ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആരെങ്കിലും ആക്രമിക്കുമ്പോ, അപകടപ്പെടുത്തുമ്പോ എതിരാളിയുടെ ഹൃദയത്തിലേക്ക് കത്തിയായി തിറക്കുന്ന രാഷ്ട്രീയം MSF-കാരനതല്ല. അത് ചേർത്ത് വെക്കേണ്ട ഒന്നേ അല്ല. വർഗീയവാദികൾക്കെതിരെയുള്ള പോരാട്ടം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അത് ശീലിക്കേണ്ടത് MSF-കാരന്റെ ബാധ്യതയാണ്. വർഗീയതക്കെതിരെയുള്ള പോരാട്ടവും നമ്മുടെ പോരാട്ടത്തിന്റെ ഭാഗമാണ്.
അനീതി നടത്തുന്ന ഏത് തമ്പുരാക്കനായാലും അവരുടെ നേർക്ക് കൈ ചൂണ്ടി മാറി നിൽക്കുക എന്ന് പറയുവാനുള്ള ആർജവം ഉണ്ടാക്കേണ്ടത് അതേ MSF-കാരനാണ്. ആർക്കും മടിയില്ലാതെ പൊരുതാൻ തയ്യാറാവുന്ന, നേട്ടങ്ങൾക്ക് മുമ്പിൽ ജീവിതം വെച്ചു കൊടുക്കാത്ത, എല്ലാ പോരാട്ടങ്ങൾക്ക് മുമ്പിൽ മടിയില്ലാതെ നിൽക്കുന്ന ചെറുപ്പക്കാരെ ഉണ്ടാക്കാനാണ് നിങ്ങൾ MSF ആവേണ്ടത്. അങ്ങനെയാവുമ്പോഴാണ് നിങ്ങളിൽ പൂർണ്ണത ഉണ്ടാവുന്നത്. അങ്ങനെയാവുമ്പോഴാണ് നമ്മുടെ ഈ പതാക അർത്ഥമുണ്ടാവുന്നത്. അങ്ങനെയാവുമ്പോഴാണ് നിങ്ങൾ ഹബീബ് കയുടെ പിള്ളേരാവുന്നത്. അത് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പതാകയുമായി പിടിച്ച് തെരുവിലും ക്യാമ്പസിലും മുദ്രാവാക്യം വിളിച്ച് കടന്നു പോകുമ്പോ നമ്മൾക്ക് ഒരുപിടി ശത്രുക്കളുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. ആരെന്നറിയുമോ നിങ്ങൾക്ക്? അത് MSF-കാരന് മാത്രമുള്ള ശത്രുവല്ല, വിദ്യാർത്ഥികളുള്ള ശത്രുതയാണ്. നമ്മൾ പഠിക്കുന്ന ക്യാമ്പസിൽ നമുക്ക് ലഭ്യമാവേണ്ട അവകാശങ്ങളുണ്ട്, നമുക്ക് ലഭ്യമാവേണ്ട ഫീസ് ഹൈക്കുകൾക്കെതിരെയുള്ള സമരമുണ്ട്. എല്ലാം തള്ളി മാറ്റിക്കൊണ്ട് SFI-കാരൻ അധികാര കസേരയിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പണിയെടുക്കുമ്പോ നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടവരാണ്, അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടവരാണ്, പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്. എത്ര പ്രശ്നങ്ങളാണ് നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്നത്? ആ പ്രതിസന്ധികളെ കാണാതെ പോകാൻ കഴിയോ? എത്ര വർഷമായി നമ്മുടെ ക്യാമ്പസുകളിൽ പുതിയ കോഴ്സുകൾ വന്നിട്ട്? ഈ സർക്കാർ UDF ഭരിക്കുന്ന കാലത്ത് 8 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ക്യാമ്പസുകൾ വന്നു, അവിടെ സൗകര്യമുണ്ടാക്കി. എന്നാൽ ആ ക്യാമ്പസിൽ, ആ കോളേജുകളിൽ ഒരു കോഴ്സ് അനുവദിക്കാൻ പോലും തയ്യാറാവാത്ത സർക്കാർ കേരളത്തിലെ സർക്കാരാണ്. നിങ്ങൾ അറിയോ? നിങ്ങൾ മാത്രമല്ല, ഈ നാട്ടിൽ മുഴുവൻ എല്ലാ ക്ലാസുകളിലേക്കുള്ള സബ്ജക്റ്റുകൾ ചേഞ്ച് ചെയ്യാൻ അക്കാദമിക് നിലവാരമുള്ള പുസ്തകം ഉണ്ടാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നമ്മൾ വിശ്വസിച്ചു. അങ്ങനെ ചേഞ്ച് വരുമെന്ന് ആഗ്രഹിച്ച് കാത്തിരുന്നപ്പോ ഫിൻലാൻഡിലേക്ക് പോയി, അവർ കൊറിയയിലേക്ക് പോയി, ചൈനയിലേക്ക് പോയി, ലോകത്തെ എല്ലാ രാജ്യങ്ങളും പോയി സന്ദർശിച്ച് തിരിച്ചു വന്ന മന്ത്രി പറഞ്ഞത് ഞങ്ങൾ ആ മാറ്റം കൊണ്ടുവരുന്നു എന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരു കൂഞ്ഞും ഇതുവരെ മുറിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, മന്ത്രി ഇന്നും ഞങ്ങളെ കൊഞ്ഞനം കുത്തുന്ന കാലമാണ് അനുഭവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട MSF-കാരെ, എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു അഭിമാനത്തിന്റെ ചിത്രത്തെ പങ്കുവെക്കട്ടെ. 1971 ഇതേപോലൊരു മന്ത്രി പോയത് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ വേണ്ടി, അതിനെ പഠനം നടത്താനാണ് പോയത്. ജർമ്മനിയിലേക്കാണ് പോയത്. കുസാറ്റ് സർവകലാശാല, ഇന്ന് KSU ഭരിക്കുന്ന കുസാറ്റ് സർവകലാശാല, ആ സർവകലാശാല പഠിക്കലേക്ക് ഒരു ക്യാമ്പസ് കൊണ്ടുവന്നത് നമ്മുടെ CH ആണ്. അന്ന് പഠിക്കാൻ ജർമ്മനിയിലേക്ക് പോയി, ക്യാമ്പസ് കണ്ടു. ആ ക്യാമ്പസിന് സമാനമായ ക്യാമ്പസ് എന്റെ നാട്ടിലെ കുട്ടികൾക്ക് വേണമെന്ന് ആഗ്രഹിച്ച് ആ കുട്ടിയെ ആ ക്യാമ്പസ് കൊണ്ടുവന്ന് എറണാകുളത്ത് പ്രതിഷ്ഠിച്ചത് നമ്മുടെ മുസ്ലിം ലീഗ് നേതാവ് CH മുഹമ്മദ് കോയയാണ്. അത് മറന്നു പോകരുത്. ഇന്നും പഠിക്കാൻ ലോകം സഞ്ചരിക്കുന്ന മന്ത്രിക്ക് തിരിച്ചു വന്നപ്പോ ഒരു മാറ്റവും ഈ മണ്ണിൽ ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഞങ്ങളൊരു നേതൃത്വത്തെ കാണിച്ചു തന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. ഇന്നും സാധ്യമല്ല. മറ്റൊന്ന്, UDF ഭരിക്കുന്ന കാലത്താണ് ഈ നാട്ടിൽ മുഴുവൻ ക്യാമ്പസുകളുടെയും ഓഫ് ക്യാമ്പസ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ലോകത്തെല്ലായിടത്തും കുട്ടികൾ പോകുന്നില്ലേ, പഠിക്കുന്നില്ലേ? ആ കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മുടെ മണ്ണിലേക്ക് അവർക്ക് പഠിക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ലോകാന്തര യൂണിവേഴ്സിറ്റികൾ മുഴുവൻ ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പദ്ധതി ഉണ്ടാക്കി. ആ പദ്ധതി തകർത്തു കളഞ്ഞ SFI-കാരന്റെ രാഷ്ട്രീയം കൊണ്ട് നമുക്ക് നഷ്ടം ആവാസ വ്യവസ്ഥ പോലും വിട്ടുപോകുന്ന കുട്ടികളാണ്, ഈ രാജ്യം വിടുന്ന കുട്ടികളാണ്. പഠിക്കാൻ പോകുന്ന കുട്ടികൾ തിരിച്ചു വരുന്നുണ്ടോ? അവർ ഈ നാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല മാത്രമല്ല, അവർ ഈ രാജ്യം തന്നെ വിട്ടുപോകാൻ കൊതിക്കുന്നവരായി മാറുന്നു. അതൊക്കെയും ഈ CPM-കാരന്റെ ഇരട്ടത്താപ്പിനാൽ മാത്രമുണ്ടായ രാഷ്ട്രീയ അപക്വതയുടെ ചിത്രമാണ് വെളിവാക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട MSF-കാരെ, നിങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങളിൽ നിരവധിയായ പ്രഖ്യാപനങ്ങളുണ്ട്. ഒന്ന്, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ, ഞങ്ങൾ MSF സഹപ്രവർത്തകരായി പ്രവർത്തിക്കുന്ന കാലത്ത് നിയോജക മണ്ഡലത്തിന്റെ ട്രഷററായിരുന്ന പ്രിയപ്പെട്ട അരിയിൽ അബ്ദുൽ ഷുക്കൂറിന്റെ ഓർമ്മയെ ചേർത്ത് വെച്ച് നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം, ഈ തെരുവിലൂടെ നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഷുക്കൂർ എന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനാണ് മൻസൂറിനെ ബോംബെറിഞ്ഞ് കൊന്നുകളഞ്ഞതാണ് CPM-കാരൻ. അതേ രാഷ്ട്രീയത്തെ പുൽകി അവർക്ക് വേണ്ടി മാത്രം മുദ്രാവാക്യം വിളിക്കുന്നവരെ കണ്ടു ശീലിച്ച മണ്ണിൽ നിന്നും എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും, ഞങ്ങൾ കയ്യിൽ നിന്നും ഛേദനേറ്റ് പോയാലും ഇതേ മണ്ണിൽ മുദ്രാവാക്യം വിളിക്കാൻ ആയിരങ്ങൾ ഉണ്ടാവും എന്ന പ്രഖ്യാപനം അത് കണ്ണൂരിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവേണ്ടത്. പരിയാരം അതിന് മോഡലാണ്. എന്റെ പ്രിയപ്പെട്ട MSF-കാരെ, ഏതൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, ഏത് പ്രതിസന്ധികൾക്ക് മുമ്പിലും തളരാതെ നിൽക്കാൻ നാഥന്റെ തുണയാണ് നമുക്കുണ്ടാവുന്നത്. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം നന്മയുടെ രാഷ്ട്രീയമാണ്. ആരുടെ പ്രതിസന്ധികൾക്ക് മുമ്പിലും കൂടെ നിൽക്കുന്ന രാഷ്ട്രീയമാണ്. ഏത് പ്രശ്നങ്ങൾക്കും പരിധിയില്ലാതെ കൂടെ നിൽക്കാനുള്ള രാഷ്ട്രീയമാണ്. ഒറ്റക്ക് ജയിക്കാൻ ആർക്കാണ് കഴിയാത്തത്? ഒറ്റക്ക് ജയിച്ചിട്ടൊരു കാര്യമില്ല, ഒരുമിച്ച് ജയിക്കണം. നമ്മൾ മാത്രം ജയിച്ചത് കൊണ്ടായില്ല, ഈ നാട് മുഴുവൻ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ പാരമ്പര്യം പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ഇവിടെ സർ സെയ്ദ് ഉണ്ടായത്, അതുകൊണ്ടാണ് ഇവിടെ ഫറൂഖ് കോളേജ് ഉണ്ടായത്, അതുകൊണ്ടാണ് ഇവിടെ നാട് മുഴുവൻ ക്യാമ്പസുകൾ ഉണ്ടാവുന്നത്. ഒരുപാട് മനുഷ്യർ, KVA പോലുള്ളവർ അവരുടെ ജീവിതം സമർപ്പിച്ചുണ്ടാക്കിയ ക്യാമ്പസുകളുണ്ട്. ആ ക്യാമ്പസ്, അതിൽ നിന്നുണ്ടാവുന്ന കുട്ടികൾ, അതുവഴി സമൂഹത്തിന്റെ മുന്നോട്ട് പോക്ക് സാധ്യമായ ഒരു കാലം. ആ കാലത്തെ ചേർത്ത് വെച്ച് പറയട്ടെ, നമുക്ക് വേണ്ടത് നമ്മുടെ കുട്ടികൾ തെരുവിൽ ഏതെങ്കിലും ഗുണ്ടയുടെ പേരിൽ അടികൂടുന്ന ചിത്രങ്ങളല്ല, ഏതെങ്കിലും പോലീസുകാരന്റെ അക്രമങ്ങൾ ഏറ്റുവെക്കുന്ന കുട്ടികൾ അല്ല. ഞങ്ങൾക്ക് വേണ്ടത് ഈ നാടിന് നന്മ പറയുന്ന കുട്ടികളാണ്. ഈ നാടിന് വേണ്ടി ലോകോത്തരം വളരുന്ന അഹമ്മദ് സാഹിബിന്റെ മണ്ണിൽ നിന്നാണ് പറയുന്നത്.
ലോകത്തോളം വളരുന്ന നേതാവിനെ സംഭാവന ചെയ്ത MSF ആണിത്. അതേ MSFന്റെ കുട്ടികൾ പറയുന്നു, ഞങ്ങൾക്ക് തെരുവിൽ ഷണ്ട കൂടാനല്ല, കുട്ടികൾ എല്ലാവർക്കും പ്രശ്നം തന്നെയാണ്. അതിലേത് പാർട്ടി എന്നില്ല, CPM എന്നില്ല, SFI എന്നില്ല, വിദ്യാർത്ഥിയാണ്. അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ, അവരുടെ പ്രയാസങ്ങളെ അഡ്രസ് ചെയ്യാൻ, അത് പരിഹരിക്കാൻ ഒരു പരിധിയില്ലാതെ ഇടപെടുക എന്ന രാഷ്ട്രീയ ഔന്നത്യമാണ് നമ്മൾ കാണിക്കേണ്ടത്. അത് നമ്മളെ ഷുക്കൂർ പഠിപ്പിച്ചിട്ടുണ്ട്, അത് നമ്മളെ സഹപ്രവർത്തകർ എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് ഖദ്രി മോഡലാണ്. അതിനെ ചേർത്ത് വെച്ച് എന്റെ മുഴുവൻ സഹപ്രവർത്തകരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും എന്റെ പ്രിയപ്പെട്ട MSFകാരോട് നിങ്ങളുടെ കൂടെ നിൽക്കുക എന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. നമ്മുടെ കൂടെ ഒരു ആത്മസുഹൃത്ത് ഉണ്ടാവുക എന്നതാണ് ഇന്നൊരു കുട്ടി ആഗ്രഹിക്കുന്നത്. എന്തൊക്കെ കയ്യിലുണ്ടെങ്കിലും തന്റെ സ്വപ്നങ്ങളെ ചേർത്ത് കേൾക്കാൻ ഒരു മനുഷ്യനുണ്ടാവുക എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്, അവരുടെ ആഗ്രഹമാണ്. അത് കേട്ടു നിൽക്കാൻ കഴിയണം നമുക്ക്. അവരുടെ കൂടെ നാഥനുണ്ടെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തണം. നമ്മുടെ കയ്യിലല്ലേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉള്ളത്, അവിടെ നമ്മൾ സംസാരിക്കണം. അവർക്ക് ആരാണ് കൂടെയുള്ളതെന്ന്. നീ കൂടെയുണ്ടെന്ന് പറയണം. ഒരു പ്രതിസന്ധിയിലും വീണു പോവില്ലെന്ന് പറയണം. പ്രതിസന്ധി ഉണ്ടാവുമ്പോ ഇട്ടെറിഞ്ഞു പോകുന്ന കുട്ടികളെ നമ്മൾ ഉണ്ടാക്കരുത്. അവരോട് പറയണം, എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഉണ്ടാവുമെന്ന്. ഈ പതാക പഠിപ്പിച്ച രാഷ്ട്രീയം അതാണ്. ഒറ്റപ്പെട്ടു പോകുമായിരുന്ന ഇന്ത്യയിലെ ഒരു സമൂഹത്തോട് നോക്കി പ്രിയപ്പെട്ട സീതി സാഹിബും പ്രിയപ്പെട്ട ഖൈദമിലത്ത് പറഞ്ഞത്, നിങ്ങൾ ഒറ്റപ്പെട്ടു പോവില്ല, ഒരുമിച്ച് നിൽക്കൂ എന്നാണ്. നമ്മുടെ നേതാക്കന്മാർ പഠിപ്പിച്ച രാഷ്ട്രീയ പാരമ്പര്യം അതാണ്. ആ പാരമ്പര്യത്തെ ചേർത്ത് വെച്ചുകൊണ്ട് പറയട്ടെ, ഒറ്റപ്പെടരുതാരും, ഒറ്റപ്പെടരുത്, ചേർത്ത് നിർത്തണം. അതിനെ ചേർത്ത് വെച്ച് മുന്നോട്ട് പോകുമ്പോ നന്മയുടെ രാഷ്ട്രീയം പറയുന്നവരെ കേരളം ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പരിയാരം ഒരു മനോഹരമായ രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറെടുക്കുന്ന ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന കാലത്ത് എന്റെ പ്രിയപ്പെട്ട MSFകാരെ, നിങ്ങൾക്കാണ് റോൾ ഉള്ളത്. നിങ്ങളതിൽ അഭിമാനകരമായ നേട്ടം ഉണ്ടാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഉദ്ഘാടനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി എല്ലാവർക്കും വേണ്ടി നമ്മുടെ ബാങ്ക് കൊടുക്കാനായി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി MSFന്റെ ജില്ലാ സെക്രട്ടറി